നാളുകളായി സീറോ മലബാർ സമുദായം വളരെയേറെ അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജാഗ്രതയോടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് മാന്യമായ രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുക അസാധ്യമായി തീരുന്നുള്ള തിരിച്ചറിവാണ് അടിയന്തരമായി ഇങ്ങനെ ഒരു ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കാനായിട്ട് കാരണമായത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ തുടർച്ചയായി അവഗണന നേരിടുന്നു എന്ന ഒരു വേദന സമുദായത്തിലുണ്ട്, സഭയ്ക്കുണ്ട്. ഭരണഘടന നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ള അവകാശങ്ങൾ തീർച്ചയായും നമ്മുടെ സമുദായത്തിന് ലഭിക്കേണ്ടതാണ്. പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞും അത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ ദീർഘിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു ജാഗ്രതാ സമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടുന്നത്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ ഭിന്നശേഷി സംവരണം, മലയോര മേഖല പ്രശ്നങ്ങൾ, അങ്ങനെ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ സഭ നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിൽ ഈ സന്യാസിനിമാർക്കെതിരെയൊക്കെ ആക്രമണം നടക്കും. ഇതെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സദസ്സ്. തീർച്ചയായും വൈവിധ്യമാർന്ന ഭീഷണികളാണ് സഭ നേരിട്ടുകൊണ്ടിരിക്കുക. വിശ്വാസത്തിന്റെ തലത്തിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ രംഗത്തും ഒക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഭ അഭിമുഖീകരിക്കുകയാണ്. പൊതുസമൂഹം പലതും ശരിയായ രീതിയിൽ അറിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് അതേക്കുറിച്ചുള്ള സത്യങ്ങൾ പൊതുജനത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കുക. സഭ അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്തു നിന്നും അത് ഭരണപരമായ രംഗത്തു നിന്നൊക്കെ പതിയെ അവഗണിക്കപ്പെടുന്നു എന്നൊരു വികാരമുണ്ടോ? തീർച്ചയായും പലപ്പോഴും അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. സീറോ മലബാർ സമുദായം സമൂഹത്തിന് ചെയ്തിട്ടുള്ള നന്മകള് ഓർക്കാതെ പലപ്പോഴും പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊരു ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർത്തത്. തൃശ്ശൂർ അതിരൂപതയിലെ 220ഓളം ദേവാലയങ്ങൾ ഇത്തരത്തിലുള്ള ജാഗ്രത സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്ന് അതിരൂപത തലത്തിലുള്ള ഈ ഒരു സദസ്സ്. 2026 വർഷത്തിലാണ് സീറോ മലബാർ സഭ സമുദായ ജാഗ്രത വർഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഈ വർഷം തന്നെ ഇടവകളിലെ സമുദായ ബോധവൽക്കരണ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് പകുതിയോളം ഇടവകളിൽ പൂർത്തിയായി. ഇനിയുള്ള ദിവസങ്ങളിൽ അത് പൂർത്തിയാക്കും. 2026 കൂടുതൽ ഊർജിതമായിട്ടുള്ള ബോധവൽക്കരണ പ്രക്രിയകൾ നമ്മൾ നടത്തുക. ഇതിനിടയിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഫീമാർജിയൊക്കെ നൽകിയിരുന്നു അല്ലേ സഭാ നേതൃത്വത്തിൽ? പക്ഷെ അതിനൊന്നും ഒരു വലിയ ഒരു തുടർച്ച ഉണ്ടായില്ല എന്ന് തോന്നുന്നു. പലപ്പോഴും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ സമീപനം വരുമ്പോൾ ന്യായമായ അവകാശങ്ങൾ പോലും തമസ്കരിക്കപ്പെടുകയാണ്. ബധിരകർണങ്ങളിൽ പതിക്കുന്ന ശബ്ദം പോലെയാണ് പലപ്പോഴും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സഭയുടെ ശബ്ദം. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും അർഹമായിട്ടുള്ള പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ വേണ്ടി ശബ്ദമുയർത്തുക. തുടർച്ചയായി അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രതിഫലങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സഭ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. സഭ കരയാതിരുന്നുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും കിട്ടാതെ പോകുന്നത്. സമാധാനപ്രിയരാണ് ക്രൈസ്തവ സഭ. അതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ കാഹളങ്ങൾക്കൊന്നും ഒരുമ്പെടാറില്ല. അസ്തിത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും വരും തലമുറയുടെ നന്മയെ ഓർത്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരാനായിട്ട് ഇടയായത്.